ഇപ്പൊ വെള്ളപ്പൊക്കത്തില് ഞാൻ ചാടിയതും ഞാൻ എടുത്തിട്ട് വെള്ളത്തിൽ ചാടി, ബിക്കോസ് ഐ എം എ ഗുഡ് സ്വിമ്മർ. അത് ഒരു പെൺകുട്ടീനെ, ഗർഭിണിയായ പെൺകുട്ടിയെ സേവ് ചെയ്യാൻ വേണ്ടി അവിടുന്ന് അസീസ് എന്ന് പറയുന്ന പയ്യൻ വന്ന് പറഞ്ഞപ്പം ഞാനെടുത്ത് വെള്ളത്തിൽ ചാടി, അവനും ചാടി കൂട്ടത്തിൽ. ഞങ്ങൾ രണ്ടും കൂടെ ആ പെൺകുട്ടീനെ രക്ഷപ്പെടുത്തിയതിന് ശേഷം അവരെ കൊണ്ടൊരു പള്ളിയിലാണ് നമ്മൾ താമസിപ്പിക്കുന്നത്, പള്ളിയുടെ ഫസ്റ്റ് ഫ്ലോറിൽ. ഇത് കഴിഞ്ഞിട്ട് ഞാനും ഇവനും കൂടെ ഉണ്ടായിരുന്ന ഒരു 5-6 ചെറുപ്പക്കാരും കൂടെ വി വർക്ക് ഫോർ 3 days ഇന്ന് വെള്ളപ്പൊക്കത്തിൽ 200 ഫാമിലീസിനെ ഞങ്ങൾ രക്ഷപ്പെടുത്തി. അവിടെ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ എവിടുന്നൊക്കെയോ സാധനങ്ങൾ വരികയാണ്. ബോട്ട് വരാത്തടത്തുണ്ട് ഒരു ബോട്ട് വരണം, അവനെ കയറിയിട്ട് നമ്മൾ കിഡ്നാപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് അവനിൽ കൂടെ നമ്മൾ റെസ്ക്യൂ ചെയ്യണം. അപ്പോൾ ഈ 200-ൽ 199 ഫാമിലീസും മുസ്ലിംസ് ആയിരുന്നു. അതോടെ എൻ്റെ വർഗീയവാദി എന്നുള്ള പേരങ്ങ് മാറിക്കിട്ട് അവിടെ എൻ്റെ മനുഷ്യത്വമാണ് അവിടെ വരുന്നത്. പലരും നിങ്ങൾ എന്നെ സ്റ്റാമ്പ് അടിക്കണം, അത് ലെഫ്റ്റിൻ്റെയും റൈറ്റിൻ്റെ ഒരു രീതിയാണ്. വർഗീയവാദം തലയിലിടാൻ പറ്റുന്ന ബെസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വർഗീയവാദിയാണ്. ഞങ്ങൾ മാത്രം മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കും. ഇവരാണ് ഈ ക്രിയേഷൻ മുഴുവൻ ഉണ്ടാക്കുന്നത്, അവരാണ് ഈ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത്. തിരുനാവായ ഇഷ്യൂ എന്തിനാ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് അവർ പറഞ്ഞതല്ലേ, അത് മലപ്പുറത്താണ് നടക്കുന്നത്, അവിടെ കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാവും. എന്തുണ്ടായത് അവിടെ? ഓരോ ദിവസം ലക്ഷങ്ങളാണ് പോയത്. ഇവരെ സഹായിച്ച ആരാണ്? അവിടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് മുസ്ലിംസാണ് ഇവരെ സഹായിച്ചും ഹെൽപ്പ് ചെയ്തതും. സോ നിങ്ങളാണ് ഉണ്ടാക്കുന്നത്, രാഷ്ട്രീയ പാർട്ടിക്കാർ. അതായത് ഞങ്ങൾ BJP-ക്കാരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അതല്ല. സോ ഐ എം എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. അത് അക്സെപ്റ്റ് ചെയ്യേ. സാറ് ഞങ്ങളിപ്പോ ഒരുപാട് നേതാക്കന്മാരെ കണ്ടത്, അപ്പൊ എല്ലാവരും ഈ ഇലക്ഷൻ സമയത്ത് സത്യം പറഞ്ഞാൽ നല്ല സ്ട്രെസ്ഡ് ആണ്. അപ്പോ സാറിന്റെ ഉള്ളിലൊരു സ്ട്രെസ് ഉണ്ടെങ്കിലും പുറമേ അത് കാണുന്നില്ല. പുള്ളി നല്ല എൻജോയ് ചെയ്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് തോന്നുന്നു, നല്ല വൈബുണ്ട്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള, സാറിന് ഞാൻ വരുന്നതിന് മുമ്പ് സാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വെള്ളപ്പൊക്കത്തിന്റെ കാര്യം പറഞ്ഞ പുറത്തെ കാര്യമാണ്, ഈ ഒറ്റപ്പാലത്തിന്റെ പ്രധാന ഈ വെള്ളത്തിന്റെ ഒരു പ്രശ്നം ഒറ്റപ്പാലത്ത് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ മേജർ രവി ഒരു പക്ഷേ ജയിച്ചാൽ ഒറ്റപ്പാലത്തിന് എന്താണ് ഗുണം? മേജർ രവി നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാനും അങ്ങനെ പറയാം, ഒരു പക്ഷേ ജയിച്ചാൽ ഒറ്റപ്പാലത്തിന്റെ ചങ്ക് ബ്രോ ആവോ മേജർ രവി? വെള്ളത്തിന്റെ പ്രശ്നം ഒറ്റപ്പാലത്തേർക്കുണ്ട്, പക്ഷെ വെള്ളം ഇവിടെ ഉണ്ട്. ഇതാരും കറക്റ്റ് ചാനലൈസ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഈ സ്റ്റഡി ചെയ്ത് നോക്കുന്ന സമയത്ത് മായന്നൂർ പാലത്തിന്റെ താഴത്തുനിന്ന് അങ്ങ് കിഴക്കോട്ട് നോക്കിയാലും വടക്കോട്ട് പടിഞ്ഞാട്ട് നോക്കിയാലും വെള്ളമില്ല. അപ്പം എന്താണ്, ലക്കിടിയിലൊരു തടയണ കിടപ്പുണ്ട്, അത് അവിടെ പിടിച്ചു വെച്ചു. അപ്പോൾ ആ ഏരിയക്കായി ഇവിടെയുള്ള തടയണമെന്നുണ്ടെങ്കിൽ അങ്ങ് ദൂരെയാണത്. അപ്പോൾ ഈ ഗ്യാപ്പിലേക്കുള്ള വെള്ളമില്ല. അപ്പം ഞാൻ ഇവിടെ ഐവർ മഠത്തിൻ്റെ ഒക്കെ കുറച്ച് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് തടയണ വെച്ച് കഴിഞ്ഞാൽ ഇത് വേനൽക്കാലത്തുള്ള വെള്ളം പിടിച്ചു വെക്കാനല്ല, ഈ മഴ പെയ്യുമ്പോൾ ഓവർഫ്ലോ വരുന്ന സമയത്ത് അവൻ അവിടെ ലോക്കായി. അപ്പോൾ ആ വെള്ളം ഭൂമിയിലോട്ട് ഇങ്ങനെ പതുക്കെ താന്നുകൊണ്ടിരിക്കും, ബാക്കിയുള്ള ഓവർഫ്ലോ പോയിക്കൊണ്ടിരിക്കും. പുഴയ്ക്ക് യാതൊരു പ്രശ്നം വരുന്നില്ല. അത് ഓൾറെഡി ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് അറിയാത്തൊരു പ്രശ്നമുണ്ട്, ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ ഒരു മഹത്വം എന്താണെന്നുള്ളത്. നമ്മളൊക്കെ വിചാരിക്കും വീട്ടിൻ്റെ മുകളിൽ ആ വെള്ളം വരുന്ന ഒരു പാത്തിക്കൂടത്ത് കിണറ്റിലേക്ക് ഒഴുകി. കിണറ്റിലേക്കല്ല അത്. ഇത് ആക്ച്വലി അതിനൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന് കുറച്ച് പൈസ ചിലവാകും, പക്ഷെ അതിൽ കൂടെ അത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏരിയയിലുള്ള ഗ്രൗണ്ട് വാട്ടറാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്, അതവിടെ കിടക്കും. അത് എന്നിട്ട് ഈ കിണറ്റിലെ വെള്ളം പറ്റില്ല അങ്ങനെ. അപ്പോൾ ഈ സിസ്റ്റം നമ്മൾ ഓരോരുത്തരുടെ വീടുകളിലും പറഞ്ഞു വെച്ച് ഇനിയിപ്പോൾ ഇവരെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് പണിയായിരിക്കും, എല്ലാവരും മടിക്കും. പക്ഷെ ഇനി വരുന്ന വീടുകൾ പെർമിഷനായിട്ട് വരുമല്ലോ, അപ്പോൾ ഇതുണ്ടായിട്ട് മതി പെർമിഷൻ കൊടുക്കുക. എത്രയോ കുളങ്ങൾ ഇവിടെ അൺനോട്ടീസ്ഡ് ആയിട്ട് കിടക്കുന്നു. ഇവനൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വാട്ടർ സ്റ്റോറേജ് വരും. രണ്ടാമത്, ഇവിടുത്തെ കനാലുകൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, എല്ലാം കാട് പിടിച്ച് കിടക്കണം. ഒരു ഡാമിൽ നിന്ന് അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വെള്ളം വരുന്ന സമയത്ത് 5 കിലോമീറ്റർ വരുമ്പോഴത്തേക്കും ഈ 5 കിലോമീറ്ററിൽ ഇവിടെ എത്തേണ്ട 1000 ലിറ്റർ അല്ലെങ്കിൽ 1,00,000 ലിറ്റർ ഇവിടെ എത്തണമെങ്കിൽ അവിടെ നിന്ന് പോന്നിട്ടുണ്ടെങ്കിൽ അത് എത്തുന്നില്ല, വെറും 10 ലിറ്റർ എത്തുന്നത്. കാരണം എന്താ പറയുക, ഇതിനകത്ത് മുഴുവൻ കാട് പിടിച്ച് ഈ ചെടികൾ ഇതെല്ലാം വലിച്ചുകൊണ്ടിരിക്കുകയാണ്, വെള്ളം അങ്ങോട്ട് എത്തുന്നില്ല. അപ്പം ഞാൻ ഈ കനാലങ്ങ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം എത്തേണ്ടടുത്ത് അവിടെ എത്തും. എല്ലാ കനാലിൻ്റെ അവസ്ഥ അതാണ്. പ്ലസ് അത് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ആ ഏരിയയിലുള്ള കുട്ടികൾക്കും ജനങ്ങൾക്കും അത് കാണാൻ തന്നെ ഒരു രസമാണ്. കനാൽ കൂടെ വെള്ളം വരുന്നു, പിള്ളേർ. ഞാൻ കുട്ടിക്കാലത്ത് ഈ മാങ്കുറിശ്ശേരിയിലൊക്കെ കനാൽ വെള്ളം വരാൻ വേണ്ടി കാത്തിരിക്കും, ആ ചാടി കളിക്കാനതിനൊക്കെ ആയിട്ട്. അത് ഇന്നത് കാണുന്നില്ല. ഒരു കുട്ടികളും കനാൽ കുളിക്കുന്ന കനാൽ സേഫാണ്, അധികം വെള്ളം ഉണ്ടാവില്ല. മാക്സിമം 3-4 അടിക്ക് വെള്ളം ഇങ്ങനെ പോകും, കുട്ടികൾക്ക് കളിക്കാനും പറ്റും. അത് ക്ലീനിങ് എൻ്റെ ഒരു ടാർഗറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വേലിയുടെ മുകളിലൊരു ബോർഡ് കണ്ടു, സാറേ ഞങ്ങൾക്ക് കളിക്കാൻ സ്ഥലമില്ല. അത് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ളൊരു സാറേ ഞങ്ങൾക്ക് കളിക്കാൻ സ്ഥലമില്ല. എന്താ കളിക്കാൻ സ്ഥലമില്ലാത്ത? പണ്ടൊക്കെ സ്കൂളുകളിൽ, ഗവൺമെന്റ് സ്കൂളുകൾക്കൊന്നും മതിലില്ല, ഗേറ്റും ഇല്ല. ഇന്ന് ഇവർ മുഴുവൻ മതിൽ കെട്ടി ഗേറ്റ് വിട്ടിട്ട് പൂട്ടിയിട്ട് അങ്ങ് പോവാണ്. എന്താ അതിനകത്തുള്ളത്? ഓക്കെ, പ്രാവശ്യം വല്ല കമ്പ്യൂട്ടർ
കക്കാൻ പോകുന്ന ഈ മതിരിയായിട്ട് പോയിക്കൂടെ. അപ്പം എൻ്റെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഗവൺമെൻറ് സ്കൂളുകളിലെല്ലാം, അത് ഏത് ഗവൺമെൻറ് വിളിച്ചാലും ഞാൻ കോടതി പോയാലും ശരി, ഇത് ഞാൻ 6 മണി അല്ലെങ്കിൽ 6:30 മണി വരയ്ക്ക് ഓപ്പൺ ചെയ്ത് വെക്കാനുള്ള സിസ്റ്റം വെക്കും. ഓക്കെ, പിയോണിന് പോകണമെങ്കിൽ വെക്കോ. അതിൻ്റെ ഒരു കെയർടേക്കർ നമുക്ക് ആ സ്കൂളിൻ്റെ അടുത്ത് തന്നെ നമ്മൾ നോക്കിയൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. അപ്പോൾ അതിലെന്താണ് ഉണ്ടാകുന്നത്? എൻ്റെ അഡ്വാൻറ്റേജ്, എൻ്റെ ഒറ്റപ്പാലത്തുകാർ കുട്ടികളൊന്നും ഡ്രഗിൽ പോയിപ്പെടില്ല. കാരണം ഈ കളിക്കാൻ സ്ഥലമില്ലാതെ താരാപേര നടക്കുന്ന കുട്ടികളാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അവൻ പൊതിയും കൊണ്ട് നടക്കും, അവനെന്നാളെ മുട്ടായി വെച്ചോ, അവൻ ഒരു ദിവസം മുട്ടായി കഴിച്ചു, പിറ്റേ ദിവസം ഞങ്ങൾ വരുന്നത് അങ്ങനെ ആ മുട്ടായി ഉണ്ടോ, കാരണം ഓൾറെഡി ഇവൻ്റെ കഴിച്ചാൽ ഭയങ്കര രസമാണ് കേട്ടോ. ചില അഡിക്ഷൻ വരികയാണ്. അങ്ങനെയാണ് ഇവർ ഡ്രഗിലോട്ട് കയറ്റിക്കൊണ്ടുപോകുന്നത്. അപ്പം എൻ്റെ ഇവിടുത്തെ അച്ഛനമ്മമാർക്ക് വിഷമിക്കാതിരിക്കണമെങ്കിൽ എൻ്റെ കുട്ടികൾ ഡ്രഗിലോട്ട് പോകാതിരിക്കണം. അതിന് നിങ്ങൾ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ക്ലാസ് കൊടുത്തോണ്ടൊന്നും ആവില്ല. യു എൻഗേജ് ദം ഇൻ എ ഡിഫറെൻറ്റ് മാനർ. അവരെ ഫിസിക്കലി എൻഗേജ് ആക്കി, അവർക്ക് കളിക്കുകയാണ് വേണ്ടത്. ആ കളിക്കാനുള്ള സ്ഥലം വാങ്ങിച്ചു കൊടുത്തേക്ക് അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുത്തേക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ക്ലീൻ ആക്കിയിട്ട് ഞാൻ കൊടുക്കുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.